വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. NICL നോട്ടിഫിക്കേഷൻ വന്നു. 500 വേക്കൻസി ആണ് ഓൾ ഇന്ത്യ തലത്തിൽ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ എക്സാമിന്റെ ലെവൽ എന്താണ് എന്ന് ഒരുപാട് ആസ്പിറൻസിന് ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് NICL മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. റീസണിങ്ങിന് NICL അസിസ്റ്റന്റിന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സാമിന്റെ ലെവൽ എന്താണെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, എങ്കിൽ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് RRB PU ആൻഡ് ക്ലർക്ക് ബാച്ച് ആണ്. അതായത് ബേസ് മുതൽ, അതായത് ഒന്നും അറിയില്ല, ബാങ്ക് എക്സാംസിന്റെ ഒരു ടോപ്പിക്കും ഒന്നും അറിയില്ല, ബേസ് മുതൽ പഠിക്കണം എന്ന ആസ്പിറൻസിന്, ആഗ്രഹമുള്ള ആസ്പിറൻസിന് ജോയിൻ ചെയ്യാൻ പറ്റിയ ബാച്ചാണ് നമ്മളുടെ RRB PU ആൻഡ് ക്ലർക്ക് ബാച്ച്. കംപ്ലീറ്റ് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് 100% നമ്മൾ കവർ ചെയ്ത്, ഇപ്പൊ RRB PU ആണെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. സോ അതിനുള്ള ഇന്റർവ്യൂവിനുള്ള ഒരു സപ്പോർട്ട് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത് RRB PU ആൻഡ് ക്ലർക്കിന് മാത്രമാണോ? നമുക്കറിയാലോ, ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിന്റെ കംപ്ലീറ്റ് സിലബസും സെയിം ആണ്. അപ്പൊ ഏത് ബാച്ചിൽ ജോയിൻ ചെയ്യാതാലും നിങ്ങൾക്ക് എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമും എഴുതാനായിട്ട് പറ്റും. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ് 19 നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. സോ നിങ്ങൾക്ക് ബേസ് മുതൽ പഠിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് പ്രിലിംസ് എല്ലാം ഓക്കെ ആണ്, പ്രിലിംസിന് ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, മെയിൻസ് ആണ് ഞങ്ങൾക്ക് പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻസിന് മാത്രമായിട്ട് നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബാച്ച് ഉണ്ട്. സോ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കംപ്ലീറ്റ് മെയിൻസിന്റെയും സിലബസ് തീർത്ത് കംപ്ലീറ്റ് എക്സാംസിന്റെയും മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് സെറ്റും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾ മെയിൻസ് ക്ലിയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഒരു സപ്പോർട്ടും ഈ ഒരു ബാച്ചിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിനി നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ഏതൊരു ക്വസ്റ്റ്യനും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം എങ്കിൽ മാത്രമാണ് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്റ്റക്കായോ എന്നൊക്കെയുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ആൽഫാന്യൂമറിക് സീരീസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദി 12 elements from the left end in the given series is reversed, then which among the following element is 15th from the right end? ഇത് ആൽഫാന്യൂമറിക് സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നമ്പർ, ലെറ്റർ, സിംബൽ മിക്സ് ചെയ്തിട്ട് ഒരു സീരീസ് തരും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആൽഫാന്യൂമറിക് സീരീസിൽ നിന്ന് ചോദിക്കുന്നത്. ഇവിടെ ഇപ്പൊ തന്നിട്ടുള്ളത് മിക്സഡ് സീരീസ് ആണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ, ഈ സീരീസിലെ ലെഫ്റ്റ് എൻഡിൽ നിന്നുള്ള 12 എലമെന്റ്സ് എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. എന്നിട്ട് which among the following is the 15th element from the right end? വലതുവശത്തു നിന്നുള്ള 15ാമത്തെ എലമെന്റ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. വാട്ട് യു മീൻ ബൈ എലമെന്റ്സ്? ഇവരെ എല്ലാരെയും കൂടെ കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. 2 എന്ന് പറയുന്നത് നമ്പർ അല്ലെങ്കിൽ ഡിജിറ്റ് എന്ന് പറയാം, F എന്ന് പറയുന്നത് ആൽഫബറ്റ് എന്ന് പറയാം, ലെറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ കോൺസോണന്റ് എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ വെവൽസ് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ E ആണെങ്കിൽ നമുക്ക് ലെറ്റർ എന്ന് പറയാം, ആൽഫബറ്റ് എന്ന് പറയാം, അതിനെ വെവൽസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാനിത് എടുത്ത് പറയുന്നത് നമുക്ക് ആ എക്സാമിന്റെ ടൈമിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകരുത്. ആൽഫാന്യൂമറിക് സീരീസ് ഭയങ്കര എളുപ്പമുള്ള ഒരു ടോപ്പിക് ആണെങ്കിലും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്ന ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആൽഫാന്യൂമറിക് സീരീസ് ആണ്. അപ്പോൾ ഇതിങ്ങനെ റിവേഴ്സ് ചെയ്യാനൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിനെ റിവേഴ്സ് ചെയ്ത് അടുത്ത സീരീസ് ആക്കിയൊക്കെ എഴുതണോ? അങ്ങനെയൊന്നും ഉള്ള ഒരു സമയം നമുക്ക് ഒരിക്കലും എക്സാമിന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആദ്യത്തെ 12th എലമെന്റ് ആണ്, 12 എലമെന്റ് ആണ് റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ അത് ഏത് വരെയുള്ള എലമെന്റ് ആണെന്ന് നോക്കാം. ഇപ്പൊ 2, 4, 6, 8, 10, 12. യെസ്, വേണ്ട ഈ ഇവിടം വരെയുള്ള എലമെന്റ്സ് ആണ്. ഈ എലമെന്റ്സ് ആണ് നമുക്ക് റിവേഴ്സ് ചെയ്ത് എഴുതേണ്ടത്. വാട്ട് യു മീൻ ബൈ റിവേഴ്സിങ്? അതായത് 4 ഈ ഇത്രയും എലമെന്റിനെ റിവേഴ്സ് ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞാൽ ഇവിടെ 4 വരും, അതിനുശേഷം ഇവിടെ സ്റ്റാർ വരും. അതായത് നമ്മൾ റിവേഴ്സ് ചെയ്ത് എഴുതുക. ഇപ്പൊ എന്റെ പേര് അഞ്ജു, ANCHU. ഇതിനെ എങ്ങനെ റിവേഴ്സ് ചെയ്ത് എഴുതുക? then UHCNA. ദാറ്റ് ഈസ് വാട്ട് ഈസ് റിവേഴ്സിങ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് റൈറ്റ് എൻഡിൽ നിന്നുള്ള 15ാമത്തെ എലമെന്റാ. അപ്പൊ ഇവിടെ നോക്കിക്കേ, 2, 4, 6, 8, 10, 12. ഇനി ഇവിടെ നല്ല എണ്ണേണ്ടത് 13, 14, 15. സോ ഇവിടെ ഹാഷ് ആണ് എനിക്ക് എന്ത് പറയാവുന്നത്, ആൻസർ ആയിട്ട് പറയാവുന്നത്. ആ ഒരു പോയിന്റിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇത് സീരീസ് റിവേഴ്സ് ചെയ്ത് എഴുതി പിന്നെ നമ്മൾ റൈറ്റിൽ നിന്ന് എണ്ണി അങ്ങനെയല്ല ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അവർ കുറെ അധികം ഓപ്പറേഷൻസ് പറയും. നമുക്ക് ആൻസർ കിട്ടാൻ എന്ത് വേണോ അത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ ആണേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ ഈ സീരീസിനെ ബേസ് ചെയ്തിട്ട് നമ്മളോട് 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം.
നോക്കിക്കേ, ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ ഇൻ ദി സീരീസ്? ഈ ഒരു സീരീസിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് വിച്ച് ആർ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡഡ് ബൈ എ സിമ്പിൾ? വാട്ട് ഡു യു മീൻ ബൈ ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡഡ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ? പി പിറകിലേക്ക് എന്ന് ആലോചിച്ചാൽ മതി. ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡഡ് ബൈ എന്ന് പറഞ്ഞാൽ നമ്പറിന്റെ തൊട്ടു പിറകിൽ സിമ്പൽ വരണം. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ എ കോൺസോണന്റ്. അപ്പൊ ഈ ഓർഡർ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഓർഡർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റിപ്പോകാനായിട്ട് പാടില്ല. ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡഡ് ബൈ എന്ന് പറഞ്ഞാൽ തൊട്ടു പിറകിൽ, ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഫോളോഡ് ബൈ എന്ന് പറഞ്ഞാൽ തൊട്ടു മുൻപിൽ. പി പിറകിലേക്ക് എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഒരിക്കലും തെറ്റത്തില്ല. ഈ ഓർഡർ ആണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്തിൽ തെറ്റാതെ നമ്മൾ ആദ്യം എടുത്തെഴുതേണ്ടത്. എന്നിട്ട് വളരെ എളുപ്പത്തിൽ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാരോ അവരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, കോൺസോണൻസ് ഇഷ്ടം പോലെ ഇവിടെ കാണും. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കൂടുതൽ ടൈം എടുക്കും. പക്ഷെ നമുക്ക് വളരെ പെട്ടെന്ന് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റിയ ആളാണ് സിമ്പിൾസ്. അതുകൊണ്ട് സിമ്പിൾസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യുക. സിമ്പിൾ കഴിഞ്ഞിട്ട് നമ്പർ, അത് കഴിഞ്ഞിട്ട് കോൺസോണന്റ്. ഇവിടെ നോക്കിക്കേ, സിമ്പിൾ കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിക്കേ, ഇവിടെ സിമ്പിൾ കഴിഞ്ഞിട്ട് നമ്പർ ഇല്ല, ഇവിടെ സിമ്പിൾ കഴിഞ്ഞിട്ട് നമ്പർ ഇല്ല, ഇവിടെ സിമ്പിൾ കഴിഞ്ഞിട്ട് നമ്പർ കഴിഞ്ഞ് കോൺസോണന്റ് ഇല്ല, ഇവിടെ സിമ്പിൾ കഴിഞ്ഞിട്ട് നമ്പർ കഴിഞ്ഞിട്ട് കോൺസോണന്റ് അല്ല, ഇവിടെ ഇ എന്ന് പറയുന്നത് വവ്വലാണ്, കോൺസോണന്റ് അല്ല. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, വേറെ ആരെയും കാണുന്നില്ല. സോ ഇവിടെ എനിക്ക് എന്ത് പറയാം? അങ്ങനെ ഒരാളെ ഇല്ല. സോ ഇവിടെ നൺ സച്ച് നമ്പേഴ്സ്. സോ ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ നോക്കിക്കേ, വാട്ട് വിൽ ബി ദി സം ഓഫ് ദി സെക്കൻഡ് പ്രൈം നമ്പർ ഇൻ ദി സീരീസ് ഫ്രം ദി ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് ഫോർത്ത് നമ്പർ ഇൻ ദി സീരീസ് ഫ്രം ദി റൈറ്റ് ഹാൻഡ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ ഇത് തെറ്റാതെ ചെയ്യുക എന്നുള്ളതിനകത്തിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. വാട്ട് വിൽ ബി ദി സം ഓഫ് ദി സെക്കൻഡ് പ്രൈം നമ്പർ ഇൻ ദി സീരീസ് ഫ്രം ദി ലെഫ്റ്റ് ഹാൻഡ്? ലെഫ്റ്റ് ഹാൻഡിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രൈം നമ്പർ. ഇവിടുത്തെ ആദ്യത്തെ പ്രൈം നമ്പർ 2 ആണ്, 4 പ്രൈം നമ്പർ അല്ല. അടുത്ത പ്രൈം നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. ആൻഡ് ഫോർത്ത് നമ്പർ ഇൻ ദി സീരീസ് ഫ്രം ദി റൈറ്റ് ഹാൻഡ്. അവിടെ പ്രൈം നമ്പർ എന്നോ ഓഡ് നമ്പർ എന്നോ ഈവൻ നമ്പർ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഫോർത്ത് നമ്പർ ഫ്രം ദി റൈറ്റ് ഹാൻഡ് ആണ്. അത് 4 ആണ് ഒന്നാമത്തെ നമ്പർ, 5 ആണ് രണ്ടാമത്തെ നമ്പർ, 4 മൂന്നാമത്തെ നമ്പർ, 2 ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? നാലാമത്തെ നമ്പർ. ദാറ്റ് മീൻസ് 7 + 2 9. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റണം. അടുത്തത് നോക്കിക്കേ, ഹൗ മെനി സിമ്പിൾസ് ആർ ദെയർ ടു ദി ലെഫ്റ്റ് ഓഫ് ദി എലമെന്റ് വിച്ച് ഈസ് ഫിഫ്ത്ത് ഫ്രം ദി റൈറ്റ് ഹാൻഡ്? വലത്ത് വശത്തു നിന്നുള്ള 5ാമത്തെ എലമെന്റിന്റെ ലെഫ്റ്റിലേക്ക് എത്ര സിമ്പിൾസ് ഉണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. എല്ലാവരെയും കോമൺ ആയിട്ട് നമ്മൾ എന്തെന്നാ പറയാ? എലമെന്റ്സ് എന്നാ പറയാ. അപ്പൊ ഇവിടെ നോക്കിക്കേ, 1 2 3 4 5. ഇതിന്റെ ലെഫ്റ്റിലേക്ക് എത്ര സിമ്പിൾസ് ഉണ്ട് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. വേണ്ട, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4 അല്ലെ? 4 സിമ്പിൾസ് ആണ്. അപ്പൊ മോർ ദാൻ 3. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തതിലേക്ക് പോകാം. Which of the following element is 6th to the left of the element which is 8th from the right hand? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്? ഞാൻ നേരത്തെയും ക്ലാസ്സുകളിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വായിക്കുമ്പോൾ 6th to the left, 7th to the right, 8th to the left, 7th to the left എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതിലും നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് റൈറ്റ് എൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? പുറകിലോട്ട് വായിക്കുക. അതായത് നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, വിച്ച് ഈസ് 8th ഫ്രം ദി റൈറ്റ്. 8th ഫ്രം ദി റൈറ്റ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മളുടെ സീരീസ് ആയിട്ട് അസ്യൂം ചെയ്യുക. ഇത് സീരീസിന്റെ ലെഫ്റ്റ് ഹാൻഡ്, ഇത് സീരീസിന്റെ റൈറ്റ് ഹാൻഡ്. അപ്പൊ നോക്കിക്കേ, 8th ഫ്രം റൈറ്റ്, 8th ഫ്രം റൈറ്റ്, റൈറ്റ് എൻഡിൽ നിന്ന് 8ാമത്തെ എലമെന്റ്. ആൻഡ് ദെൻ 6th ടു ദി ലെഫ്റ്റ്, അഗെയിൻ 6th ടു ദി ലെഫ്റ്റ്. 6th ടു ദി ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കാണ് വീണ്ടും. അപ്പൊ 8 + 6 14ാമത്തെ എലമെന്റ് ആണ് റൈറ്റ് എൻഡിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ 1 2 3 4 എന്ന് എണ്ണിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഒത്തിരി ടൈം എടുക്കും. അപ്പൊ ഇവിടെ നോക്കിക്കേ, 3 3 3 6 9, ദെൻ 12 13 14 സ്റ്റാർ ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ഇത്രയേ ഉള്ളൂ കാര്യം. ക്ലിയർ ആണ്? ഇത്രയുമാണ് നമ്മളുടെ ആൽഫാന്യൂമറിക് സീരീസിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്തത് നമ്മളുടെ സിലോജിസം ആണ്. വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് സിലോജിസം, പക്ഷെ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ഞാൻ എല്ലാ ടൈപ്പും, നമ്മൾ 4 ബേസിക് ആണെങ്കിലും അതേപോലെ തന്നെ ഒള്ളി എ ഫ്യൂ ആണെങ്കിലും ഒള്ളി ആണെങ്കിലും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ അത് കാണാത്തവരുണ്ടെങ്കിൽ സിലോജിസത്തിന്റെ കംപ്ലീറ്റ് വീഡിയോസും സൈലം ബാങ്കിങ്ങിന്റെ യൂട്യൂബ് ചാനലുണ്ട്. സോ ഉറപ്പായിട്ടും അത് കണ്ട് ബേസ് നിങ്ങൾ സ്ട്രോങ് ആക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. എപ്പോഴും ഞാനത് റിപ്പീറ്റ് ചെയ്യില്ല. നിങ്ങൾ തനിയെ ചെയ്ത് നോക്കിയിട്ട് മാത്രം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഓൾ എലിഫന്റ്സ് ആർ മാമൽ. എല്ലാ എലിഫന്റ്സും എന്താണ്? മാമൽസ് ആണ്. ആൻഡ് സം മാമൽസ് ആർ ഹെർബിവോറസ് ആൻഡ് സം ഡംബോ ഈസ് എലിഫന്റ്.
ഇത്രയുമാണ് നമുക്ക് തന്നേക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ വെൻ ഡയഗ്രത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൺക്ലൂഷൻസ് നോക്കണം. ഓൾ ഡംബോ ഈസ് മാമൽ. എല്ലാ ഡംബോയും മാമൽ ആണ് എന്ന് കാണുന്നുണ്ടോ? മാമലിന്റെ കുറച്ചു ഭാഗമാണ് എന്ന് കാണുന്നുണ്ടോ? ഓൾ ആണ് എന്ന് കാണുന്നില്ല. ഡെഫിനറ്റ് കൺക്ലൂഷൻ ആണെങ്കിൽ പറയുന്ന കാര്യം വെൻ ഡയഗ്രത്തിൽ കാണണം. അങ്ങനെ കാണുന്നില്ല. അടുത്തതോ സം ഡംബോ ഈസ് ഹെർബിവോർസ്. കുറച്ച് ഡംബോ ഹെർബിവോർസ് ആണെന്ന് കാണുന്നുണ്ടോ ഇവിടെ? അങ്ങനെ കാണുന്നില്ല. അപ്പൊ തന്നെ തെറ്റ്. നെയ്തർ 1 nor 2 ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ ആണേ. അടുത്തത് നോ റെപ്റ്റൈൽസ് ആർ ഇൻസെക്ട്. ഒരു റെപ്റ്റൈലും എന്തല്ല? ഇൻസെക്ട്സ് അല്ല എന്നാ പറഞ്ഞേക്കുന്നത്. ഓൾ സ്പൈഡർ ആർ ഇൻസെക്ട്. എല്ലാ സ്പൈഡറും ഇൻസെക്ട് ആണ്. ആൻഡ് ഓൾ അക്കീൻ ഈ സ്പൈഡർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇച്ചിരൂടെ വലുതാക്കി വരയ്ക്കാം നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ഒരു റെപ്റ്റൈലും എന്തല്ല എന്ന് നമ്മളോട് പറഞ്ഞു. ഒരു റെപ്റ്റൈലും എന്തല്ല? ഇൻസെക്ട് അല്ല. അതിന്റെ അകത്തിൽ തന്നെ 2 ആൾക്കാർ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ആരൊക്കെയാണ്? ഓൾ സ്പൈഡർ ആർ ഇൻസെക്ട് ആൻഡ് ഓൾ അക്കീൻ ഈസ് എ സ്പൈഡർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഫിഗർ വരിക. കൺക്ലൂഷനിലേക്ക് നോക്കാം. ഓൾ അർക്കെയിൻ ഈസ് റെപ്റ്റൈൽ. എല്ലാ അർക്കെയിനും റെപ്റ്റൈൽ ആണ് എന്ന് കാണുന്നുണ്ടോ? അല്ല. ഇവര് തമ്മിൽ ഓൾറെഡി നോ റിലേഷൻ ആണെന്നാ കാണുന്നേ. അപ്പൊ തന്നെ ഫസ്റ്റ് കൺക്ലൂഷൻ എനിക്ക് എന്ത് പറയാം? തെറ്റാണ് എന്ന് പറയാം. അടുത്തതോ സം അർക്കെയിൻ ആർ ഇൻസെക്ട്. കുറച്ച് അർക്കെയിൻ ഇൻസെക്ട് ആണ് എന്ന് കാണുന്നുണ്ടോ? യെസ്, ഇൻസെക്റ്റിനകത്തിലാണ് കംപ്ലീറ്റ് ആയിട്ട് ഇത്. സോ എനിക്ക് എന്ത് പറയാം? രണ്ടാമത്തെ കൺക്ലൂഷൻ ട്രൂ ആണ്. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. സെറ്റാണേ. അടുത്തതിലേക്ക് നോക്കിക്കേ. മൂന്നാമത്തേത് നോക്കിക്കേ. സം റോസ് ആർ റെഡ്. കുറച്ച് റോസ് എന്ന് പറയുന്നത് റെഡ് ആണ്. ഓൾ റെഡ് ആർ ബ്യൂട്ടിഫുൾ ആൻഡ് ഓൺലി എ ഫ്യൂ ബ്യൂട്ടിഫുൾ ഈസ് ഗുഡ്. ബ്യൂട്ടിഫുളിന്റെ കുറച്ചു ഭാഗം മാത്രമാണ് എന്തെന്ന് പറയുന്നത്? ഗുഡ് എന്ന് പറയുന്നത്. ഓക്കെ, കൺക്ലൂഷനിലേക്ക് വരാം. സം റോസ് ഈസ് ബ്യൂട്ടിഫുൾ. കുറച്ച് റോസ് ബ്യൂട്ടിഫുൾ ആണ് എന്ന് കാണുന്നുണ്ടോ? ഇതാണ് നമ്മളുടെ റോസ്. എല്ലാ റോസും ബ്യൂട്ടിഫുൾ ആണ് എന്ന് കാണുന്നുണ്ട്. സോ കുറച്ച് റോസ് ബ്യൂട്ടിഫുൾ ആണ് എന്ന് ഇവിടെ നമുക്ക് ട്രൂ ആയിട്ട് പറയാം. ഡെഫിനിറ്റ് കൺക്ലൂഷൻ ആണെങ്കിൽ പറയുന്ന കാര്യം വെൻ ഡയഗ്രത്തിൽ കാണണം. ആൻഡ് നോ ഗുഡ് ഈസ് റോസ്. ഒരു ഗുഡും റോസ് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണണം. ഒരാൾ ഇവിടെ കിടക്കുന്നു, ഒരാൾ ഇവിടെ കിടക്കുന്നു എന്ന് കരുതി ഇവർ തമ്മിൽ നോ റിലേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയണമെങ്കിൽ ഇങ്ങനെ വ്യക്തമായിട്ട് വെൻ ഡയഗ്രത്തിൽ കാണണം. അങ്ങനെ കാണുന്നില്ല. സോ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്തതോ നോ ബസ്സസ് ആർ ട്രെയിൻ. ഒരു ബസ്സസും എന്തല്ല? ട്രെയിൻ അല്ല. ആൻഡ് ഓൾ ട്രെയിൻ ആർ വെഹിക്കിൾസ് ആൻഡ് ഓൺലി എ ഫ്യൂ കോമറ്റ്സ് ആർ വെഹിക്കിൾ. കോമറ്റ്സിന്റെ കുറച്ചു ഭാഗം മാത്രമാണ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ കോമറ്റ്സിന്റെ കുറച്ചു ഭാഗം എന്തല്ല? വെഹിക്കിൾസ് അല്ല. കൺക്ലൂഷനിലേക്ക് വരാം. സം കോമറ്റ്സ് ആർ നോട്ട് ബസ്. കുറച്ച് കോമറ്റ് എന്ന് പറയുന്നത് ബസ് അല്ല എന്ന് കാണുന്നുണ്ടോ? കോമറ്റിന്റെ കുറച്ചു ഭാഗം എന്ന് പറയുന്നത് വെഹിക്കിൾ ആണ്. അപ്പൊ കോമറ്റിന്റെ കുറച്ചു ഭാഗം ബസ് അല്ല എന്ന് കാണുന്നുണ്ടോ? നോക്കിക്കേ, കോമറ്റിന്റെ കുറച്ചു ഭാഗം വെഹിക്കിൾ ആണ്. ആ വെഹിക്കിൾ ബസ് അല്ല എന്ന് കാണുന്നില്ല. ഇവിടെ നോക്കിക്കേ, ട്രെയിൻ ബസ് അല്ല എന്ന് മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് പറയാൻ നമുക്ക് പറ്റില്ല. ആദ്യത്തെ കൺക്ലൂഷൻ തെറ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. വേണ്ട, ഇവിടെ ട്രെയിൻ ആണ്. അത് വെഹിക്കിളിന്റെ കുറച്ച് ഭാഗം മാത്രമാണെന്നേ ഉള്ളൂ. അല്ലാതെ വെഹിക്കിളും ബസ്സുമായിട്ട് നോ റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കോമറ്റ് ബസ്സുമായിട്ട് നോ റിലേഷൻ ഉണ്ടെന്ന് ഇവിടുത്തെ കേസിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടുത്തത് നോക്കിക്കേ. അടുത്ത കൺക്ലൂഷൻ സം ട്രെയിൻസ് ക്യാൻ ബി കോമറ്റ്. കുറച്ച് ട്രെയിനിന് കോമറ്റ് ആകാൻ പറ്റുമോ? ഡെഫിനറ്റ് ആയിട്ടും. ട്രെയിനും കോമറ്റും തമ്മിൽ യാതൊരു നോ റിലേഷനും ഇല്ല. സോ ഡെഫിനറ്റ് ആയിട്ടും ആകാം. ഒൺലി കൺക്ലൂഷൻ 2 ഫോളോസ് ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തതൊരു പസിലാണ്. സോ ആദ്യം നിങ്ങൾ ഇതൊന്ന് സ്വയം ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. 5 persons, Ramesh, Rajesh, Ravi, Rakesh and Riju are live in 5 different countries. അപ്പൊ 5 പേഴ്സൺ 5 വ്യത്യസ്ത രാജ്യങ്ങളിലാണ് ഇവർ താമസിക്കുന്നത്. They also visit different cities. അപ്പൊ ഇവര് 5 വ്യത്യസ്ത രാജ്യങ്ങളിൽ താമസിക്കുന്നു. ഇവർ വിസിറ്റ് ചെയ്യുന്ന സിറ്റി 5 എണ്ണം സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പൊ ഏതൊക്കെ പേഴ്സൺ ഏതൊക്കെ രാജ്യമാണെന്നും അവർ വിസിറ്റ് ചെയ്ത സിറ്റി ഏതാണ് എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ഓക്കെ, ഓൾ ദി ഇൻഫർമേഷൻ ഈസ് നോട്ട് നെസസറിലി ഇൻ ദി സെയിം ഓർഡർ. അപ്പൊ നമുക്ക് ഇവരെ സിറ്റി ഉണ്ട്, അതേപോലെ തന്നെ രാജ്യങ്ങളുണ്ട്, പേഴ്സൺ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയി പോകാനായിട്ട് പാടില്ല. ഇപ്പം കൺട്രി ഏതാ തന്നിരിക്കുന്നത്, സിറ്റി ഏതാ തന്നിരിക്കുന്നത്, ഏതെങ്കിലും ഒരെണ്ണം സെപ്പറേറ്റ് അങ്ങ് എഴുതിയിടുക. ഇപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കൺട്രീസ് ഏതൊക്കെയാണ്? ഇവിടെ നമുക്ക് സെപ്പറേറ്റ് തന്നിട്ടുള്ള കൺട്രീസ് എന്ന് പറയുന്നത് UK തന്നിട്ടുണ്ട്, റഷ്യ തന്നിട്ടുണ്ട്, UK, റഷ്യ ആൻഡ് ഇന്ത്യ, ജപ്പാൻ ആൻഡ് USA.
ജപ്പാൻ ആൻഡ് ഇന്ത്യ. ഇതെന്തിനാ സെപ്പറേറ്റ് എഴുതിയിട്ടത് എന്ന് ചോദിക്കാൽ നമുക്ക് ആ സിറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയി പോകരുത്. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയിട്ടാൽ നമുക്ക് 100% ആക്യുറസിയോട് കൂടി ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട് ഏത് പാരാമീറ്റർ എടുത്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ രമേഷ് ഹു ലിവ്സ് ഇൻ USA, ആദ്യം തന്നെ പേഴ്സന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഈ പേഴ്സൺസിനെ അങ്ങ് എടുത്തെഴുതാം. നമുക്ക് 5 പേഴ്സൺസ് ആണുള്ളത്. അവരുടെ സിറ്റിയും കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ അവർ ഏത് കൺട്രി ആണ് എന്നുള്ളതും കണ്ടെത്തണം. അപ്പൊ നമുക്ക് രമേശ്, നമുക്ക് ആ പേഴ്സൺസിനെ അങ്ങനെ അങ്ങ് എഴുതാം. രമേശ് രാജേഷ് രവി, രമേശ് രാജേഷ് രവി. ദെൻ അടുത്തത് പറഞ്ഞിട്ടുള്ളത് രാകേഷ് ആൻഡ് രാജു. അപ്പൊ എല്ലാം 6 വെച്ചായതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ലെറ്റർ മാത്രം എഴുതാൻ പറ്റില്ല. നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരങ്ങനെ തന്നേക്കുന്നത്. അപ്പൊ ഇവര് പറഞ്ഞേക്കുന്നത് രമേശ് താമസിക്കുന്നത് USA-ലാണ് അല്ലെ. അപ്പൊ ഒരു കാര്യമുണ്ട്, ഇതിന് നേരെ ദണ്ട് ഈ കൺട്രീസ് വേണം വരാൻ. സിറ്റീസും കൂടെ മിക്സ് ചെയ്ത് എഴുതിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ പറഞ്ഞേക്കുന്നത് രമേഷ് ഹു ലിവ്സ് ഇൻ USA ഡസ് നോട്ട് വിസിറ്റ് ഫോർ ഹോളിഡേ ടു ടോക്കിയോ. പക്ഷെ ഇവിടെ എന്ത് വരത്തില്ല, ടോക്കിയോ വരത്തില്ല. രമേശ് പോയ സിറ്റി എന്തല്ല, ടോക്കിയോ അല്ല. രാജു വിസിറ്റ്സ് ഓൺ ദി ഹോളിഡേ ടു കാലിഫോർണിയ. രാജു കാലിഫോർണിയയിലാണ്. അപ്പൊ ഒരു കാര്യമുണ്ട്, നമ്മൾ എഴുതുമ്പോൾ ഈ കാലിഫോർണിയ സിറ്റിക്ക് നേരെയുള്ള കോളത്തിൽ തന്നെ എഴുതണം. കൺട്രിയുടെ നേരെയുള്ള കോളത്തിൽ എടുത്ത് എഴുതിയാൽ ആരൊക്കെയാണ് മിച്ചം വന്നതെന്ന് കണ്ടെത്താൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ USA ഫിക്സ്ഡ് ആക്കി കഴിഞ്ഞു. ഓക്കെ. രാകേഷ് ഡസ് നോട്ട് ലിവ് ഇൻ റഷ്യ. രാകേഷ് റഷ്യയിൽ താമസിക്കുന്ന ആളല്ല. ഇന്നാൾ ഇന്നടത്ത് വരത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, സ്ട്രക്ചറിൽ കാണിക്കാം. ദി പേഴ്സൺ ഹു ലിവ്സ് ഇൻ റഷ്യ വിസിറ്റ്സ് ഫോർ എ ഹോളിഡേ ടു ടോക്കിയോ. റഷ്യയിൽ ആരാണോ താമസിക്കുന്നത് ആ ആള് പോയ സ്ഥലം എന്ന് പറയുന്നത് ടോക്കിയോ ആണ്. അവര് ഒരുമിച്ച് വരും. ദി പേഴ്സൺ ഹു വിസിറ്റ്സ് ഫോർ ഹോളിഡേ ടു ഡൽഹി ഡസ് നോട്ട് ലിവ് ഇൻ ഇന്ത്യ. ഡൽഹിയില്, അതായത് ഇന്ത്യയിലുള്ള ആള് ഏത് സിറ്റി അല്ല വിസിറ്റ് ചെയ്തേക്കുന്നത്, ഡൽഹി സിറ്റി അല്ല എന്ത് ചെയ്തിട്ടുള്ളത്, വിസിറ്റ് ചെയ്തിട്ടുള്ളത്. രാകേഷ് വിസിറ്റ് ഫോർ എ ഹോളിഡേ ടു മോസ്കോ. രാകേഷ് പോയിരിക്കുന്ന സിറ്റി എന്ന് പറയുന്നത് മോസ്കോയാണ്. അത് നമ്മൾ ഡയറക്ട്ലി കൊടുത്തു. രവി നെയ്തർ ലിവ്സ് ഇൻ റഷ്യ നോർ വിസിറ്റ് ഹോളിഡേ ടു ഡൽഹി. രവി എവിടെ താമസിക്കുന്ന ആളല്ല, രവി എവിടെ താമസിക്കുന്ന ആളല്ല, റഷ്യയിൽ താമസിക്കുന്ന ആള് അല്ല. നിങ്ങൾ ദണ്ട് ഈ ഒരൊറ്റ കണ്ടീഷനിൽ നിന്ന് റഷ്യയിൽ ആരാ താമസിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. റഷ്യയിൽ താമസിക്കുന്ന ആള് പോയ സിറ്റി എന്ന് പറയുന്നത് ടോക്കിയോ ആണ്. ഇവിടെ ഇനി ടോക്കിയോ കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഇവിടെ കാലിഫോർണിയ വന്നു, ഇവിടെ മോസ്കോ വന്നു. ടോക്കിയോ കൊടുക്കാൻ പറ്റുന്നത് ഇവിടെയോ ഇവിടെ കൊടുക്കാൻ പറ്റില്ല, കാരണം അവിടെ റഷ്യ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ ഇവിടെ റഷ്യ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ 100% ഉറപ്പായി രാജേഷ് ആണ് റഷ്യയിൽ താമസിക്കുന്നത്. അപ്പൊ രാകേഷ് പോയ സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്, ടോക്കിയോ ആണ്. ഓക്കെ അല്ലേ? ദെൻ അതേപോലെ തന്നെ രവി എവിടെയുമല്ല, ഡൽഹിയുമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രവി പോയ സ്ഥലം എവിടെയല്ല, ഡൽഹിയുമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രവി നെയ്തർ ലിവ്സ് ഇൻ റഷ്യ നോർ വിസിറ്റ് ഫോർ ഹോളിഡേ ടു ഡൽഹി. ദി പേഴ്സൺ ഹു ലിവ്സ് ഇൻ ജപ്പാൻ നെയ്തർ വിസിറ്റ്സ് കാലിഫോർണിയ നോർ മോസ്കോ. ജപ്പാൻ എന്ന് പറയുന്നത് കാലിഫോർണിയയിൽ വിസിറ്റ് ചെയ്ത ആളും അല്ല, മോസ്കോയിലും അല്ല. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഇവിടെയും ജപ്പാൻ വരത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജപ്പാൻ വരാൻ ഇവിടെ മാത്രമല്ലേ സ്ഥലമുള്ളൂ. അപ്പൊ ഞാൻ ജപ്പാൻ ദേ അവിടെ കൊടുത്തു. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ ആ പറയുന്ന കണ്ടീഷൻസ് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, നമ്മൾ USA സെറ്റാക്കി, അതേപോലെ തന്നെ ജപ്പാൻ നമ്മൾ കൊടുത്തു, ആൻഡ് ഓൾസോ പിന്നെ ആരാണ്, റഷ്യയും. ഇനി മിച്ചമുള്ള 2 സ്ഥലം എന്ന് പറയുന്നത് UK-യും ഇന്ത്യയും മാത്രമാണ്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് നോക്കാം ലാസ്റ്റ് കണ്ടീഷൻ ഇവരെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. രാജു ഡസ് നോട്ട് ലിവ് ഇൻ ഇന്ത്യ. രാജു എവിടെ വരത്തില്ല, ഇന്ത്യയിൽ വരത്തില്ല. അപ്പൊ പിന്നെ ഇന്ത്യ കൊടുക്കാൻ മിച്ചമുള്ള സ്ഥലം എന്ന് പറയുന്നത് രാകേഷിന് മാത്രമാണ്. സോ ഇന്ത്യ ഇവിടെ, അപ്പൊ മിച്ചം വന്ന സ്ഥലം UK ആണ്. അപ്പൊ UK-യിൽ താമസിക്കുന്ന ആള് ആരാണെന്ന് നമുക്ക് പറയാം, രാജു ആണ് എന്ന് പറയാം. ഇനി നോക്കിക്കേ, ഇവിടെ ഡൽഹി വരത്തില്ല. അപ്പൊ ഡൽഹി മിച്ചം കൊടുക്കാൻ എവിടെ മാത്രമേ സ്ഥലമുള്ളൂ, നമുക്ക് രമേശിന്റെ സ്ഥലത്ത് മാത്രമേ പറ്റുള്ളൂ. ഇനി മിച്ചം വന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഏതാ, മിച്ചം വന്ന ഒരു സ്ഥലം മീൻസ് സിറ്റി ഏതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഓസ്റ്റിൻ. സോ രവിയാണ് ഓസ്റ്റിൻ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് 5 സബ് ക്വസ്റ്റ്യൻ നമുക്കുണ്ടാകും. അത് ഇപ്പൊ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഏത് സബ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലിയർ ആണോ? വളരെ എളുപ്പമുള്ള ഒരു പസിലായിരുന്നു. 2 വേരിയബിൾ ആണെങ്കിൽ പോലും കണ്ടീഷൻസ് കണക്ട് ചെയ്താൽ വളരെ പെട്ടെന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു.
ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്തതൊരു ബ്ലഡ് റിലേഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യണം? തനിയെ ഇത് ചെയ്ത് നോക്കണം. എപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കേസാണ്. തനിയെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് മാത്രം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തനിയെ ഒന്ന് ചെയ്ത് നോക്കുക, അതിനുശേഷം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. There are 8 members in a family. ഇവിടെ 8 മെമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 8 ആണ്. എത്ര ജനറേഷൻ ആണ്? 3 ജനറേഷൻ ഫാമിലി ആണ്. എ ഇസ് ദി അങ്കിൾ ഓഫ് എസ്. അങ്കിൾ എന്ന് പറയുമ്പോൾ മെയിൽ ജെൻഡർ ആണ്. എ എന്ന് പറയുന്നത് എക്സിന്റെ അങ്കിളാ. അപ്പോ എയുടെ സിബ്ലിങ്ങിന്റെ കുട്ടിയായിരിക്കും എക്സ്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എയുടെ സിബ്ലിങ്ങിന്റെ കുട്ടി അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് ഞാനിപ്പോ ഇങ്ങനെ ഇടുന്നതേ ഉള്ളൂ. എൽ ഈസ് ദി മദർ ഓഫ് എക്സ്. അപ്പൊ ഒരു കാര്യമുണ്ട്, എൽ ഈസ് ദി മദർ ഓഫ് എക്സ് തൊട്ട് അടുത്ത സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ട് എൽ ഹാസ് നോ സിബ്ലിംഗ്. അപ്പൊ ഒരിക്കലും എയുടെ സിബ്ലിംഗ് ആരല്ല, അല്ലെങ്കിൽ എയുടെ സിബ്ലിങ്ങിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞല്ലോ, അത് ഒരിക്കലും എല്ല് വരില്ല. ബിക്കോസ് എല്ലിന് സിബ്ലിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ല് മദർ ആണ്. അപ്പൊ ഫാദറിന്റെ സിബ്ലിംഗ് ആണ് ആരെന്ന് പറയുന്നത്? എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വൈ ഇസ് ദി ഗ്രാൻഡ് ചൈൽഡ് ഓഫ് എം. എമ്മിന്റെ ഗ്രാൻഡ് ചൈൽഡ് ആണ് ആരെന്ന് പറയുന്നത്? വൈ. എമ്മിന്റെയും വൈയുടെയും ജെൻഡർ നമുക്ക് അറിയില്ല. ഫസ്റ്റ് ജനറേഷനിൽ എം വരുമെന്നും തേർഡ് ജനറേഷനിൽ വൈ വരുമെന്നും മാത്രം നമുക്ക് മനസ്സിലായി. വി ഇസ് ദി ബ്രദർ ഇൻ ലോ ഓഫ് എക്സ്. അപ്പൊ വി എന്ന് പറയുന്നത് എക്സിന്റെ ബ്രദർ ഇൻ ലോ ആണ്. അപ്പൊ എക്സ് ഒന്നെങ്കിൽ ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, രണ്ട് പോസിബിലിറ്റി ആണ്. ഒന്നെങ്കിൽ എക്സ് കല്യാണം കഴിച്ച ആളുടെ സിബ്ലിംഗ് വരാം വി, അല്ലെങ്കിൽ എക്സിന് ഒരു സിബ്ലിംഗ് ഉണ്ടെങ്കിൽ ആ ആള് കല്യാണം കഴിച്ച ആളും വി വന്നാലും ബ്രദർ ഇൻ ലോ വരാം. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് മാറ്റി എഴുതിയിടാം. വി എന്ന് പറയുന്നത് എക്സിന്റെ ബ്രദർ ഇൻ ലോ ആണ്. ആൻഡ് ഹാസ് നോ ചൈൽഡ്. വിക്ക് എന്തില്ല? ചൈൽഡ് ഇല്ല. എക്സ് ആൻഡ് വി ആർ ഓഫ് ഡിഫറെന്റ് ജെൻഡർ. എക്സും വിയും ഡിഫറെന്റ് ജെൻഡറാ. വി ബ്രദർ ഇൻ ലോ എന്ന് പറഞ്ഞപ്പോൾ മെയിൽ ആയതുകൊണ്ട് തന്നെ എക്സ് ഫീമെയിൽ ആണ് എന്ന് മനസ്സിലായി. എക്സ് ഹാസ് നോ സിബ്ലിംഗ്. സെറ്റ്. എക്സിന് സിബ്ലിംഗ് ഇല്ലെങ്കിൽ എക്സിന്റെ ബ്രദർ ഇൻ ലോ വി വരണം എന്നുണ്ടെങ്കിൽ എക്സ് കല്യാണം കഴിച്ച ആളുടെ സിബ്ലിംഗ് ആണ് ആരെന്ന് പറയുന്നത്? വി എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ വി ഇസ് ദി ബ്രദർ ഇൻ ലോ ഓഫ് എക്സ് വരൂ. എക്സിന് എന്തില്ല? സിബ്ലിംഗ്സ് ഇല്ല എന്ന് എടുത്തു പറഞ്ഞത് കൊണ്ട് ഒരു പോസിബിലിറ്റി എലിമിനേറ്റ് ആയി. ഇസഡ് ഈസ് ദി കസിൻ ഓഫ് എക്സ്. എക്സിന്റെ കസിൻ ആണ്. അപ്പൊ എയുടെ കുട്ടി വരാം. തൽക്കാലം നമുക്ക് അവിടെ നിൽക്കട്ടെ, വേറെ ആരും ഇല്ല. ടോട്ടൽ 8 മെമ്പറിനകത്തിൽ 2, 4, ഇപ്പൊ തന്നെ 6 പേരായി. ഇനി എക്സ്ട്രാ 2 പേരൂടെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഉറപ്പായിട്ടും ഇസഡിന്റെ എയുടെ കുട്ടിയായിരിക്കും ഇസഡ്. എങ്കിൽ മാത്രമാണ് ഇസഡും എക്സും കസിൻ ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. There are only 2 females in the family. ഇവിടെ ആകെ 2 ഫീമെയിൽസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിലവിൽ നോക്കിക്കേ, എല്ല് ഫീമെയിൽ ആണെന്ന് കിട്ടി, എക്സ് ഫീമെയിൽ ആണെന്ന് കിട്ടി. അപ്പൊ ബാക്കി എല്ലാവരും എന്തായിരിക്കും? മെയിൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ എനിക്ക് ഇസഡിനെയും എന്ത് ചെയ്യാം? മെയിൽ ആണെന്ന് എടുക്കാം. ഇനി ആകെപ്പാടെ നമുക്കുള്ള ഈ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. എമ്മിന്റെ പേരക്കുട്ടി വൈ ആൻഡ് കെ ഈസ് വൺ ഓഫ് ദി മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പേരക്കുട്ടിയാണ് വൈ എന്ന് പറയുമ്പോൾ, ഗ്രാൻഡ് ചൈൽഡ് ആണെന്ന് പറയുമ്പോൾ അടുത്ത ജനറേഷനിൽ വരണം. വിക്ക് ചൈൽഡ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ ചൈൽഡ് ആണ് ആര്? വൈ. അപ്പൊ ഉറപ്പായിട്ടും എം ഇവിടെ വരികയും മിച്ചം വന്ന കെ ഇവിടെ വരികയും. ക്വസ്റ്റ്യൻ സോൾവ്. വൈയുടെ ജെൻഡറും മെയിൽ ആണ്. ബിക്കോസ് ഇവിടെ 2 ഫീമെയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണ്. സബ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ ഈസ് വൈ റിലേറ്റഡ് ടു വി? വൈ റിലേറ്റഡ് ടു വി. വിയുടെ സിബ്ലിങ്ങിന്റെ കുട്ടിയാണ്, അത് മെയിൽ ആണ്. അപ്പൊ വൈ റിലേറ്റഡ് ടു ബി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് പറയാം? നെഫ്യൂ ആണ് എന്ന് പറയാം. ഓക്കെ അല്ലേ? യെസ്. ഇതിപ്പോ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പം ഒരു ഹാഫ് സെക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ഇത് പാർട്ട് 1 ആണ്. അപ്പൊ ഇനിയും ബാക്കി ക്വസ്റ്റ്യൻസ്, മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ NLCLന്റെ വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിന്റെ എല്ലാത്തിന്റെയും സിലബസ് സെയിം ആണ്. ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകണം. സോ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സസിന്റെ, ഏതൊക്കെ ക്ലാസ്സസിന്റെ ആണ് നിങ്ങൾക്ക് വീഡിയോസ് വേണ്ടത് എന്നുള്ളത് ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത പാർട്ടിൽ കാണാം. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.